മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതമെന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മനുഷ്യനെ മെരുക്കുന്ന മരുന്നാണ് മതം എന്ന ആത്മീയ ചിന്തയിലേക്ക് മനുഷ്യനെ ഉണർത്തിയത് ഒരർത്ഥത്തിൽ മതങ്ങൾ തന്നെയാണ്. കാരണം മതം ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യൻ്റെ ആന്തരിക നവീകരണമാണ്. ഈ ലോകത്തിൽ അല്പകാലം ജീവിച്ച് ഇവിടെ നിന്ന് വിട പറയേണ്ടവനല്ല മനുഷ്യനെന്നും അവന് ഒരു നിത്യത ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുമാണ്. പക്ഷെ അങ്ങനെയുള്ള ആ മതങ്ങൾ തങ്ങളുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്നും എന്തുമാത്രം അകലെയാണ് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നെനിക്ക് തോന്നാറുണ്ട്. അവയെല്ലാം നിൽക്കേണ്ടിടത്താണോ നിൽക്കുന്നതെന്നും പോകുന്ന വഴിയാണോ പോകേണ്ടത് എന്നും ഒന്ന് പുനരാലോചിക്കേണ്ട സമയം. അങ്ങനെ ആലോചിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കുന്നത് അവരുടെ തന്നെ നിലനിൽപ്പിനെയാണ്. ദൈവം ഉണ്ടാവും, പക്ഷേ മതങ്ങൾ ദൈവം ഉണ്ടാവും, ദൈവമുണ്ട്, പക്ഷേ ആ ദൈവത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ നയിക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്ന മതങ്ങൾ അപ്രസക്തമാകും. അത് മതങ്ങൾ ഓർക്കേണ്ട സമയവും അതിക്രമിച്ചു. കാരണം മനുഷ്യൻ്റെ മനസ്സിലെ പകയും കലഹവും ഭിന്നതയും അസൂയയും അത്യാഗ്രഹവും ഒക്കെ അകറ്റി മനുഷ്യൻ്റെ മനസ്സിനെ നവീകരിക്കാൻ, അതാണ് നിത്യതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മതങ്ങൾ ചെയ്യുന്നത്. മനസ്സ് ചിന്തയുടെയും ഹൃദയം വികാരങ്ങളുടെയും ഇരിപ്പിടമാണ്. മനസ്സിൽ ചിന്തകൾ ദുഷിച്ചതാവുമ്പോൾ ഹൃദയത്തിൽ വികാരങ്ങളും ദുഷിക്കുന്നു. മനസ്സിൽ നല്ല ചിന്തകൾ നിറയുമ്പോൾ ഹൃദയത്തിൽ നല്ല വികാരങ്ങൾ ഉദിക്കുന്നു. ഇപ്പം മനസ്സിൽ നല്ല ചിന്തകൾ വിതച്ച് മനുഷ്യനെ നന്നാക്കി അവൻ്റെ ഹൃദയത്തെ നേരെയാക്കാൻ, വിശുദ്ധമാക്കാൻ ആണ് മതങ്ങൾ പരിശ്രമിക്കുന്നതും പരിശ്രമിക്കേണ്ടതും. അത് ഈ ലോകത്തോട് ബന്ധപ്പെടുത്തി ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മതങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിലെ നിലനിൽപ്പോ ജീവിതമല്ല. അത് സമുദായങ്ങളോ സംഘടനകളോ ആണ് നോക്കുന്നത്. മതങ്ങളുടെ ലക്ഷ്യം മനുഷ്യനെ ഈ ലോകത്തിനപ്പുറത്തുള്ള ആ നിത്യതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഈ ഭാരതത്തിൻ്റെ സെക്കുലറിസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. സെക്കുലറിസം എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്നുള്ളതാണ് പൊതുവിൽ. പക്ഷേ ഭാരതത്തിൻ്റെ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകത ഔദ്യോഗിക മതമില്ല എന്നുണ്ടെങ്കിലും എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് ഭാരതം എടുത്തിട്ടുള്ളത്. കാരണം മതങ്ങൾക്ക് മനുഷ്യനെ നന്നാക്കാൻ കഴിയും, അതുപോലെ മതങ്ങൾക്ക് മനുഷ്യനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി തീർക്കാനും കഴിയും എന്ന് ഈ രാഷ്ട്രം വിശ്വസിക്കുന്നു. അത് ഭരണഘടനയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് 3 മൗലിക അവകാശങ്ങളും ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കാതെ എങ്ങനെ അവ പ്രചരിപ്പിക്കാൻ പറ്റും? ജീവിതത്തിൽ അവ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രബോധനമായിട്ട് നിൽക്കും. പ്രചോദനമില്ലാത്ത പ്രബോധനമാണ് മതങ്ങളുടെ ഇന്നത്തെ കാപട്യം. ഈ പണ്ടത്തെ ഒരു വലിയ ചൊല്ലുണ്ട്, വേർ ദി വിഷൻ ഈസ് 1 year, cultivate flowers. Where the vision is 10 years, cultivate trees. Where the vision is eternity, cultivate people. മതങ്ങൾ ഈ 3ാമത്തെ തലത്തിലാണ് വരേണ്ടത്. അവരുടെ വിഷൻ ഇറ്റേണിറ്റിയാണ്. അപ്പോൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ അവർക്ക് കഴിയണം. നന്മയിലേക്ക് നയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മതം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആത്മീയത മാത്രമാണെന്നും
ആത്മീയതയുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യനെ നന്നാക്കാൻ കഴിയൂ എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയ മനുഷ്യനാക്കി മാറ്റാനുള്ള ചിന്തകളും ശൈലികളും മതങ്ങൾ അവതരിപ്പിക്കണം. അവ അവതരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവയുടെ നിലനിൽപ്പ് അപ്രസക്തമാകും എന്നുള്ള അപായ സൂചനകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്ന് മത നേതാക്കന്മാർ മറക്കാതിരിക്കുക. ഇനി അഥവാ നേതാക്കന്മാർ മറക്കുന്നു എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിലേക്ക് മതങ്ങൾക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയും എന്നും വിശ്വസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ മതങ്ങളെ നവീകരിക്കാൻ പരിശ്രമിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.